ഹായ്, നമസ്കാരം. പുലിമുരുകൻ എന്തായാലും വലിയൊരു വിജയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അത് ഇരുകൈയിട്ട് സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം അത്രത്തോളം ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ലാലേട്ടനൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ലാലേട്ടനൊക്കെ എടുത്ത സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു നമുക്കൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനെ പറ്റിയിട്ട്. കാരണം അത്രത്തോളം സ്ട്രെയിൻ എടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതേപോലെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ ഈ സിനിമയിലെ ഡയറക്ഷൻ വൈശാഖേട്ടൻ ചെയ്തത്. അത് ശരിക്കും വൈശാഖേട്ടൻ ഈ സിനിമ എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞത് ആ സിനിമ ഒരു യാത്രയാണ്. ആ സിനിമ എന്ന് ഷൂട്ട് കഴിയുമെന്നോ അല്ലെങ്കിൽ നമുക്ക് എത്ര ദിവസം ഡേറ്റ് വേണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അത്രത്തോളം ഒരു ഒരു യാത്രയാണ് അത്. ആ ഒരു അച്ചീവ്മെൻറ്റ്, ആ ഒരു യാത്ര സഫലമായി നിങ്ങളുടെ മുമ്പിലെത്തി. എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും ഹായ്. കാരണം ഒരുപാട് വരുന്നുണ്ട്, ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. എന്നാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ സ്വീകരിച്ച്. തീർച്ചയായിട്ടും ഹായ് ഗാലക്സി സ്റ്റാർ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് ആരിട്ട പേരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇൻ്റർനെറ്റിൽ എന്നെ വിളിക്കുന്ന പേരാണ്. എനിക്കിത് ഇപ്പം പലപ്പോഴും അത് ആരിട്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തീർച്ചയായിട്ടും ഒരു ഇൻഡിവിജ്വൽ മൂവിയും വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ എറണാകുളത്താണുള്ളത്. ഞാനിപ്പോൾ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ സത്യം പറഞ്ഞാൽ വേണ്ട അത്രത്തോളം ആൾക്കാർ സ്വീകരിച്ചു. തീർച്ചയായിട്ടും ഈ സിനിമ എല്ലാവരും എനിക്കൊരു കാര്യം തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ ഈ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നും അല്ലെങ്കിൽ ഈ സിനിമ എന്താണെന്നുള്ളതും നമുക്ക് കൃത്യമായി മനസ്സിലാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വേറെ ഇതിൻ്റെ പൈറസി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ഒന്നും എടുത്ത് ഈ സിനിമ കാണരുത്. കാരണം ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. അതെൻ്റെ ഒരു വളരെ താഴ്മയായിട്ടുള്ളൊരു റിക്വസ്റ്റാണ്. കാരണം എങ്കിൽ മാത്രമേ ഈ സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റൂ. പിന്നെ എന്തൊക്കെയാണ് വിനു ബ്രോ നിങ്ങളുടെ എടുത്തുകൊണ്ടുള്ള സ്റ്റണ്ടിനെ കുറിച്ച് പറയണം. വിഷ്ണു KS ചോദിച്ചതാണ്. എന്തായാലും അതെന്ന് പറയുന്നത് അത് സത്യം പറഞ്ഞാൽ ഒരു വളരെ എന്താ പറയുക അത്രയും ഒരു സ്ട്രെയിൻ എടുത്തേക്ക. അതിൽ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന പോലും അത്രയും സ്ട്രെയിൻ എടുത്താണ് ലാലേട്ടൻ ആ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് ഷോൾഡറിനൊരു പെയിനും ഉണ്ടായിരുന്നു. ആ പെയിനും വെച്ചിട്ടാണ് എന്നെ എടുത്തത്. എന്നിട്ടും എന്നോട് ചോദിക്കുമായിരുന്നു, വിനു നിനക്ക് എന്തെങ്കിലും കംഫർട്ട് പ്രോബ്ലം ഉണ്ടോ, കിടക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്ന്. കാരണം അത്രത്തോളം ഡെഡിക്കേഷൻ ആയിരുന്നു ലാലേട്ടൻ ആ ഒരു ഫൈറ്റൊക്കെ എടുക്കുമ്പോൾ. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ആ സിനിമ. കാരണം അത്രത്തോളം അതിനൊരു കഷ്ടപ്പാടുണ്ട് ആ സിനിമയിൽ. പിന്നെ കുറേ മെസ്സേജ് ഉണ്ടോ, ഇടയ്ക്കൊക്കെ എനിക്ക് മിസ്സായി പോകുന്നുണ്ട്. ഇപ്പോൾ ശ്രീലേഷും അത് തന്നെ ചോദിച്ചിരിക്കുന്നത് എടുത്തുകൊണ്ടുള്ള ഫൈറ്റിന് എന്താണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പെർഫോമൻസ് താങ്ക് യു അഭിനന്ദ് ആൻഡ് സുമേഷ്, അബ്ദുൾ ചുള്ളി, ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്. ഫഹദ് ലാലേട്ടൻ